ഒരു പൈലറ്റിനെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കണമെന്നുള്ളൊരു മെയിൻ മിത്തായിരുന്നു ബർമുഡ ട്രയാങ്കിൾ ഒരു മിത്താണോ റിയൽ ആണോ? ബർമുഡ ട്രയാങ്കിൾ റിയൽ ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കണ്ടാവില്ല. ബിക്കോസ് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ എപ്പോഴും ഫ്ലൈ ചെയ്യണം. സോ ഇറ്റ്സ് എ മിത്ത്. പിന്നെ പല സ്റ്റോറീസ് ഉണ്ട്, അതിന് ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു എവിഡൻസ് ഇല്ല. അതുപോലെ തന്നെ ഇങ്ങനെ പൊതുവെ പറയാറുണ്ട്, ഇപ്പോൾ രണ്ട് പൈലറ്റ്സ് ഉണ്ടെങ്കിൽ ഒരാൾ ഫ്ലൈ ചെയ്യും, മറ്റേ ആൾ ഉറങ്ങുമായിരിക്കും. അപ്പോൾ ഇവർ തമ്മിലൊരു ഷിഫ്റ്റിലാണ് ഇത് പോകുന്നത്. അങ്ങനെ ഒരു ഷിഫ്റ്റ് ഉണ്ടോ? യെസ് ആൻഡ് നോ. എപ്പോഴും അങ്ങനെയല്ല, പക്ഷെ അങ്ങനെ ഉള്ള കേസസും ഉണ്ട്. ബിക്കോസ് ചില ഫ്ലൈറ്റ്സ് വളരെ ലോങ് ആയിരിക്കും. നൈറ്റ് ടൈമിൽ നമ്മൾ വളരെ ഫെറ്റീഗ്ഡ് ആയിട്ട് ഫ്ലൈ ചെയ്യുന്ന കുറേ ട്രിപ്സ് ഉണ്ട്. റെഡ് ഐ ഫ്ലൈറ്റ്സ് എന്നാണ് നമ്മൾ പറയാതെ. നമ്മളൊരു 11 o'clock അറ്റ് നൈറ്റ് നമ്മൾ ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നു. നമ്മൾ 4 മണിക്കൂർ ഫ്ലൈ ചെയ്ത് ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്യുന്നു. തിരിച്ച് നമ്മൾ അവിടുന്ന് വന്ന് ടേക്ക് ഓഫ് ചെയ്ത എയർപോർട്ടിൽ നിന്ന്. അപ്പം അങ്ങനത്തെ റെഡ് ഐ ഫ്ലൈറ്റ്സ് കുറേ ഉണ്ട്. അപ്പം അങ്ങനത്തെ ടൈമിലൊക്കെ ഈ ക്രൂസ് പോർഷൻ ഓഫ് ദി ഫ്ലൈറ്റിൽ നമ്മൾ കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അതിന് പറയുന്ന പേരാണ് കൺട്രോൾഡ് റെസ്റ്റ്. പക്ഷേ എല്ലാവരും പറയുന്ന പോലെ നമ്മൾ വെറുതെ കിടന്ന് ഉറങ്ങുകയല്ല, അതിന് പ്രോട്ടോകോൾ ഉണ്ട്. 20 minutes നമ്മൾ ഉറങ്ങാൻ പാടുള്ളൂ. ബാക്കിലിരിക്കുന്ന ഫ്ലൈറ്റ് അറ്റൻഡൻസിനെ അറിയിക്കണം. വിത്തിൻ ഇത്ര മിനിറ്റ്സ് കൂടുമ്പോൾ അവർ മറ്റേ പൈലറ്റിനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് സേഫ് ഗാർഡ്സ് നമുക്ക് ഇതിൻ്റെ ഇടയിലുണ്ട്. സോ കൺട്രോൾഡ് റെസ്റ്റ് ഇസ് എ തിങ്. നമ്മൾ കോക്പിറ്റിലിരുന്ന് ഒരാൾ ചില ടൈമിൽ ഉറങ്ങാറുണ്ട്, ബട്ട് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി കൺട്രോൾഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്.